ചിലത് നമ്മൾ കയ്യിൽ നിന്ന് പോകുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ അല്ലേ? ആരോഗ്യമെന്നത് ആരോഗ്യമില്ലാത്തവൻ്റെ കണ്ണിൽ ആരോഗ്യമുള്ളവൻ ചുമന്ന് നടക്കുന്ന ഒരു കിരീടമാണ് അല്ലേ? എത്ര കോടീശ്വരനാണെങ്കിലും 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ട്യൂമർ വന്നിട്ടോ അല്ലാതെയോ ഇനി ഒരു മരണത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് എന്ന് കാണുമ്പോൾ താൻ കിടക്കുന്ന ICU എന്ത് യൂണിറ്റായിരിക്കട്ടെ അവിടെ കിടക്കുമ്പോൾ അവിടെ തൂത്തുവാരുന്ന ഒരു പെണ്ണിൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുത്ത് ഞാനത് വാങ്ങിക്കുമായിരുന്നു എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന നേരമുണ്ട്. മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മസംതൃപ്തിയും നിർവൃതിയും ഒരുപക്ഷെ വഴിതെറ്റി കുറച്ച് ദൂരം അങ്ങ് പോകുമ്പോഴായിരിക്കും തിരിച്ചറിയുക, ഞാൻ ഐ വാസ് ഇൻ എ ബെറ്റർ ലൈഫ് ബിഫോർ. പിന്നെ തിരിച്ചു വന്നാണ് കാണാൻ കഴിയുക. പക്ഷേ സത്യം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. സംതൃപ്തമായ ജീവിതം അള്ളാഹുവിനനുസരിക്കുന്നവർക്ക് ഇവിടെ അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അതിനാണ് നമ്മൾ പടച്ചവൻ അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത്. നമ്മുടെ ശരീരം പറയും ചെയ്യണം, നമ്മുടെ സൗഹൃദം പറയും അത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടുകൾ പറയും ദാറ്റ്സ് നോർമൽ, നമ്മുടെ സമൂഹം പറയും യു ആർ അൻ ഓഡ് പേഴ്സൺ, ഞങ്ങളൊക്കെ ഇങ്ങനെ നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്.